കർത്താവേ നീ വരേണമേ മാനസമണി കോവിലി നായകാനങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടുന്നു. നിൻ പ്രകാശത്തിൻ്റെ സ്പിയാലെന്നെ അന്ധകാരമകറ്റണേ. നിൻ പ്രകാശത്തിൻ്റെ സ്പിയാലെന്നെ അന്ധകാരമകറ്റണേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി COVID-19 എന്ന മഹാമാരിയിൽ ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും എന്ന് അരുൾ ചെയ്ത കരുണാമയനായ ദൈവമേ, അങ്ങ് സൃഷ്ടിച്ച ഈ മനോഹര ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും ജനതകളെയും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് വ്യാപിക്കുന്ന COVID-19 എന്ന മഹാമാരിയെ അങ്ങേ തിരുനാമ ശക്തിയാൽ നീക്കം ചെയ്യണമേ. രോഗബാധിതരായവരെ അങ്ങേ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അങ്ങ് അവർക്ക് കാവലായിരിക്കുകയും വേഗം സൗഖ്യം നൽകുകയും ചെയ്യണമേ. രോഗികളെ ശുശ്രൂഷിക്കുന്നവരെയും രോഗാണുക്കളുടെ വ്യാപനം തടയുന്നതിനു വേണ്ടി അക്ഷീണം അധ്വാനിക്കുന്ന അധികാരികളെയും അവരുടെ സഹകാരികളെയും അങ്ങ് ശക്തിപ്പെടുത്തണമേ. ഈ മഹാമാരിയിൽ അകപ്പെടാതെ ഞങ്ങളെ എല്ലാവരെയും കാത്ത് പരിപാലിക്കണമേ. മനസ്സിന്റെ ആകുലതകളും ഭയവും ഉത്കണ്ഠകളും നിരാശയും അകറ്റി ആരോഗ്യവും സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവായ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷയുള്ളമ്മേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും എപ്പോഴും. ആമേൻ. യഥാർത്ഥത്തിൽ അവിടുന്ന് നമ്മുടെ രോഗങ്ങൾ ചുമലിൽ ഏറ്റി നമ്മുടെ വേദനകൾ വഹിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. ദൈവത്തിന്റെ പ്രത്യേക വിളി സ്വീകരിച്ച് കുടുംബജീവിതത്തിലായിരിക്കുന്ന ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതത്തിൽ ആവശ്യമുണ്ടായിരിക്കേണ്ട പവിത്രതയെക്കുറിച്ചാണ് സംസാരിക്കുക.
പരസ്പര പൂരകങ്ങളായി സ്നേഹത്തിലും ഐക്യത്തിലും പരസ്പര വിശ്വാസത്തിലുമായിരിക്കാൻ ദൈവം നിയോഗിച്ച ആളുകളാണ് ഓരോ കുടുംബത്തിലെ ഭർത്താവും ഭാര്യയും. അങ്ങനെ പരസ്പര പൂരകങ്ങളായി തീരേണ്ടവർ സ്വാർത്ഥതയിൽ മത്സരിച്ചാൽ കുടുംബം ഒരു നരകമായി തീരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ചെറുതാകലിന്റെ പുണ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ക്രിസ്തുവിനെയാണ് നാം കാണുക. ചുറ്റുമുള്ളവരൊക്കെ വലുതാകാൻ പരസ്പരം മത്സരിച്ചപ്പോൾ ചെറുതാകലിന്റെ പുണ്യത്തെക്കുറിച്ച് അവിടുന്ന് സംസാരിക്കുന്നു. അതോടൊപ്പം ചെറുതാകലിനെ സ്നേഹിക്കാൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പള്ളിമുറ്റത്ത് 2 വലിയ വൃക്ഷം തണൽ വിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. 2 മാവ്. ഈ 2 മാവിന്റെയും ഉത്ഭവം ചിന്തിച്ചാൽ നമുക്കറിയാം, അത് ചെറിയ വിത്തിൽ നിന്നാണ് തുടക്കം. സാവധാനം അത് വളർന്ന് പന്തലിച്ച് നിറയെ കരുത്തുള്ള ശാഖകളായി വളർന്ന് അതിന്റെ തണലിലിരിക്കാൻ നമുക്ക് ഒത്തിരിയേറെ താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ പറവകളും അതിൽ അഭയം തേടാറുണ്ട്. ചെറിയ ചെറിയ അണ്ണാൻ പോലെയുള്ള ചെറിയ ചെറിയ മൃഗങ്ങളും അതിന്റെ ഫലങ്ങളൊക്കെ അതിൽ നിന്ന് സ്വീകരിക്കാറുണ്ട്. നമ്മളും സ്വീകരിക്കാറുണ്ട്. ഇപ്പൊ ചെറിയ വിത്തിൽ നിന്ന് ഒരു വലിയ വൃക്ഷമായി വളർന്ന് പറവകൾക്കും മറ്റ് ജന്തുജാലങ്ങൾക്കുമൊക്കെ അഭയമായി തീരുന്ന ഒരു വൃക്ഷം പോലെ ഒരു ക്രിസ്തീയ വിശ്വാസി, ഒരു ക്രിസ്തു ശിഷ്യൻ മറ്റുള്ളവർക്ക് അഭയമായി മാറാൻ വിളിക്കപ്പെട്ടവനാണ് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു ചെറുതാകൽ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ആൾത്താരയിൽ, ഈ സക്രാരിയിൽ ചെറിയ അപ്പമായി തന്നെ തന്നെ ചെറുതാക്കുന്ന തമ്പുരാന്റെ ആ വലിയ സ്നേഹത്തെ നമ്മുടെയും ജീവിതത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് എളിമയോടുകൂടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ ആയിരിക്കാനായിട്ട് കൃപയേകണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെല്ലാം അവിടുത്തെ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം മാപ്പും പൊറുതിയും അപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നിത്യമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദയാനിധിയായ പിതാവേ, അങ്ങയുടെ തിരുക്കുമാരൻ പീഡാസഹനം വഴി ഞങ്ങൾക്ക് രോഗങ്ങളും വിഷമതകളും
ക്ഷമയോടെ സഹിക്കുവാൻ മാതൃക നൽകിയല്ലോ. രോഗബാധിതരായ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന ദയാപൂർവം കൈക്കൊള്ളണമേ. രോഗവും വേദനയും അനുഭവിക്കുന്ന സഹോദരങ്ങൾ അനുഗ്രഹീതരായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും ലോകരക്ഷയ്ക്ക് വേണ്ടി പീഡനങ്ങൾ സഹിച്ച ക്രിസ്തുവിനോട് സഹകരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കുവാൻ ഇവർക്ക് കൃപയേകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ ദിവ്യ സുതനുമായ ക്രിസ്തുനാഥൻ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ, നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിനെ ഭയപ്പെടുന്നവർ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ബലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. നിന്റെ ഭാര്യ ഭവനത്തെ ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയാകും. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. കർത്താവിന്റെ ഭക്തർ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. സുവിശേഷമവനിലരുള അഭിഷേകം ചെയ്തന്നെ
പരിപാവനാത്മനിറവാൻ പരിപൂരിതനായി മന്നിൽ സുവിശേഷമവനിലരുളാൻ അഭിഷേകം ചെയ്തന്നെ. പരിപാവനാത്മനിറവാൻ പരിപൂരിതനായി മന്നിൽ പരിപൂരിതനായി മന്നിൽ പരിപൂരിതനായി മന്നിൽ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് ഈശോ ജനക്കൂട്ടത്തോടരുൾ ചെയ്തു, ദൈവരാജ്യം എന്തിനോട് സദൃശമാണ്? എന്തിനോട് ഞാൻ അതിനെ ഉപമിക്കും? അത് ഒരുവൻ തന്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശം. അത് വളർന്ന് മരമായി പക്ഷികൾ അതിന്റെ ശാഖകളിൽ ചേക്കേറി. അവിടുന്ന് വീണ്ടും അരുൾ ചെയ്തു, ദൈവരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? ഒരു സ്ത്രീ 3 അളവ് മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്തു വച്ച പുളിപ്പ് പോലെയാണ്. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ നമ്മുടെ എളിയ പ്രാർത്ഥനകൾ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, നല്ല ഇടയന്റെ കർമ്മധീരതയോടെ തിരുസഭയെയും സഭാമക്കളെയും സ്നേഹത്തിന്റെയും വിശുദ്ധിയുടെയും പാതയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും സുവിശേഷ പ്രബോധനങ്ങളിലൂടെയും ജീവിത സാക്ഷ്യങ്ങളിലൂടെയും വരാപ്പുഴ അതിരൂപതയ്ക്ക് നേതൃത്വം നൽകുന്ന ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും മറ്റെല്ലാ സഭാപാലകരെയും ആത്മീയ വരങ്ങളാലും ദാനങ്ങളാലും ധന്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, സ്നേഹത്തിന്റെ സുവിശേഷം ദിനം പ്രതി ഞങ്ങൾക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയ വികാരി നോർബിൻ പഴമ്പള്ളി അച്ഛനെയും മറ്റെല്ലാ വൈദികരെയും തിരുവൾത്താരയിൽ സമർപ്പിക്കുന്നു. സ്നേഹദാത, അവിടത്തെ ദിവ്യ സ്നേഹവും ചൈതന്യവും ഇടവകയ്ക്കും ഈ സമൂഹത്തിനും പകർന്നു നൽകുന്ന അങ്ങയുടെ നവസുവിശേഷമായി വിശ്വാസത്താൽ ജ്വലിക്കുന്ന ദീപമായി എന്നും ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ വൻ കൃപകൾ നോർബിൻ അച്ഛനിലേക്ക് നിരന്തരം ചൊരിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ പൊന്നു തമ്പുരാനെ, പലവിധ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് കൊറോണ വൈറസ് ബാധിതരായ എല്ലാവരെയും അങ്ങ് തൊട്ടു സുഖപ്പെടുത്തണമേ. രോഗികളെ ശുശ്രൂഷിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്നും എത്രയും പെട്ടെന്ന് ലോകത്തെ COVID-19 നിന്നും മറ്റു പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുമെന്ന് വാഗ്ദാനം നൽകിയ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളെയും, ലീജിയൻ ഓഫ് മേരി, അൽമാന ഗ്രൂപ്പ്, പരിശുദ്ധ ജപമാല സഹോദര സംഘം എന്നീ സംഘടനകളെയും പരിശുദ്ധ ബലിയോട് ചേർത്ത് വയ്ക്കുന്നു. പ്രാർത്ഥനയ്ക്ക് പ്രമുഖ സ്ഥാനം നൽകി പ്രവർത്തിക്കുവാനും അതുവഴി സന്തോഷവും സമാധാനവും നിറഞ്ഞ
ഒരു കുടുംബാന്തരീക്ഷവും സംജാതമാകുവാനും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകലത്തിന്റെയും അധിനാഥനായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ മാനുഷിക ബലഹീനതകളാൽ അങ്ങേയ്ക്കും സഹോദരങ്ങൾക്കും എതിരായി ചെയ്ത എല്ലാ തിന്മകളും ക്ഷമിച്ച് നിത്യപ്രകാശത്തിൽ അങ്ങേ തിരുമുഖം കണ്ടാനന്ദിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ മനുഷ്യരുടെയും ശാശ്വതമായ രക്ഷയും ആരോഗ്യവുമായ ദൈവമേ, രോഗബാധിതരായ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ കാരുണ്യം പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം വീണ്ടെടുത്ത് സഭാമാതാവിനോട് ചേർന്ന് നന്ദി പ്രകാശിപ്പിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ. കർത്താവായ ക്രിസ്തുനാഥൻ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ജീവിതമങ്ങേ തൃപ്പാദത്തിൽ ഏകിടുവാനായി വന്നിടുന്നു. എന്നെയും എന്റെ സർവസ്വവും യേശുവേ അങ്ങിൽ ചേർത്തിടുന്നു. ജീവിതമങ്ങേ തൃപ്പാദത്തിൽ ഏകിടുവാനായി വന്നിടുന്നു. എന്നെയും എന്റെ സർവസ്വവും യേശുവേ അങ്ങിൽ ചേർത്തിടുന്നു. ഈ നടയിൽ ഞാൻ വന്നിടുമ്പോ സ്നേഹമില്ലെന്നിൽ എന്നറിവൂ. പിന്തിരിയുന്നോ സ്നേഹിക്കുവാൻ നിർമ്മലനായ കാഴ്ചയേകാം. ജീവിതമങ്ങേ തൃപ്പാദത്തിൽ ഏകിടുവാനായി വന്നിടുന്നു. എന്നെയും എന്റെ സർവസ്വവും യേശുവേ അങ്ങിൽ ചേർത്തിടുന്നു. സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ബലിയർപ്പണം സർവശക്തനും പിതാവുമായ ദൈവത്തിന് പ്രീതികരമാക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ കൈക്കൊള്ളണമേ. ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും ഉപകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുനാഥൻ വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എന്നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങയുടെ പ്രിയസുതൻ വഴിയാണല്ലോ അങ്ങ് മനുഷ്യവർഗത്തിന്റെ സൃഷ്ടാവും കാരുണ്യവാനായ പരിത്രാതാവുമായിരിക്കുന്നത്. സർവസൃഷ്ടിജാലങ്ങളും യഥായോഗ്യം അങ്ങേക്ക് സേവനം അനുഷ്ഠിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവർ ഏവരും യഥോചിതം അങ്ങയെ സ്തുതിക്കുന്നു. വിശുദ്ധരെല്ലാം ഏകയോഗമായി അങ്ങയെ വാഴ്ത്തുന്നു. എല്ലാ മാലാഖമാരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ആനന്ദവായ്പോടെ ഞങ്ങളും ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പിതാവായ ദൈവമേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടവും അങ്ങ് തന്നെ. ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ ഹിമകണം പോലെ പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കനിയണമേ. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ സാഘോഷം കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ പീഡാസഹന സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേയ്ക്ക് കൃതജ്ഞതാഗീതം ചൊല്ലി വാഴ്ത്തി വിഭജിച്ച് തന്റെ സ്നേഹിതന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് എന്റെ ശരീരം ആകുന്നു, നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് മുന്തിരിനീര് നിറയുന്ന പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞതാഗീതം ചൊല്ലി അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ.
എന്തെന്നാൽ ഇത് എന്റെ രക്തം ആകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം. നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തം. ഇത് നിങ്ങളെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. പിതാവായ ദൈവമേ, ക്രിസ്തുനാഥന്റെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് നിത്യമായ ജീവനരുളുന്ന അപ്പവും നിത്യരക്ഷയേകുന്ന പാനപാത്രവും ഞങ്ങൾ അങ്ങേയ്ക്ക് സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ക്രിസ്തുനാഥന്റെ തിരുശരീര രക്തങ്ങൾ കൈക്കൊള്ളുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഏകീകരിക്കുമാറാകട്ടെ. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയും മറ്റെല്ലാ മെത്രാന്മാരും വൈദികരും സന്യസ്തരും സമസ്ത വിശ്വാസികളും ഉൾപ്പെടുന്ന സഭയെ സ്നേഹത്തിന്റെ പരിപൂർണതയിലേക്ക് കാരുണ്യപൂർവം ആനയിക്കണമേ. ഈ ലോക ജീവിതത്തിൽ നിന്നും അങ്ങയുടെ പക്കലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ പൂർവികരെയും മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും മരണമടഞ്ഞ സകലരെയും ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും കാരുണ്യപൂർവം അങ്ങ് ഓർക്കുകയും അങ്ങയുടെ ദിവ്യമുഖദർശന ദീപ്തിയിലേക്ക് കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും നീതിമാനായ വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ലോകാരംഭം മുതൽ അങ്ങേയ്ക്ക് പ്രിയംകരമാം വിധം ജീവിതം നയിച്ച എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യമായ ജീവിതത്തിൽ പങ്കുചേരുവാനും അങ്ങേ പുത്രനായ ക്രിസ്തുനാഥൻ വഴി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുവാനും ഞങ്ങളെയും അർഹരാക്കണമേ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേയ്ക്ക് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും ആമേൻ. യേശുനാഥൻ കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടുകൂടെ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങൾ ജീവിക്കുന്ന ഈ കാലയളവിൽ അങ്ങയുടെ സമാധാനവും സ്നേഹവും കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ ക്രിസ്തുനാഥന്റെ പുനരാഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങളിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും
ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത യേശുനാഥൻ ഞങ്ങളുടെ പാപങ്ങളല്ല, അങ്ങേ തിരുസഭയുടെ വിശ്വാസത്തെ തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് ഐക്യവും സമാധാനവും നൽകുവാൻ കനിയണമേ. നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിൽ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കം ചെയ്യുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ സ്നേഹവിരുന്നിൽ പങ്കുചേരുന്ന നാമേവരും അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പാരിതിന്നധിനാഥനായങ്ങേ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ. ആരാധിക്കുന്നു പാരാകെ. ദൈവദൂതന്മാരേവരും പിന്നെ സ്വർഗവാസികൾ സർവരും, സ്വർഗവും വാനദൂതവൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ, സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ, സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മാനുഷിക ബലഹീനതയ്ക്ക് പരിഹാരമായി ശക്തി പ്രദാനം ചെയ്യുന്ന സർവശക്തനായ ദൈവമേ, രോഗബാധിതരായ സഹോദരങ്ങൾ അങ്ങയുടെ കാരുണ്യത്താൽ ആരോഗ്യം പ്രാപിച്ച് തിരുസഭയിൽ സേവനം അനുഷ്ഠിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുനാഥൻ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ.
അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.